പ്രിയ കൂട്ടുകാരെ, ശരിയായ ആരോഗ്യത്തിന് ഭക്ഷണം ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിക്കണം. കുറ്റം പറയാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഹദീസിൽ കാണാം, മാ ആബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വആമൻ ഖത്തു. റസൂലുള്ളാഹി തങ്ങൾ ഭക്ഷണത്തെ ഒരിക്കലും കുറ്റം പറയാറില്ലായിരുന്നു. ഇനിസ്തഹാഹു അകലഹു വ ഇൻ കരിഹഹു തറക്കഹു. റസൂലുള്ളാഹി തങ്ങൾക്ക് ഭക്ഷണം നല്ല ഇഷ്ടമാണെങ്കിൽ അതിനെ കഴിക്കും, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കും. ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ ഭക്ഷണ രീതി. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭക്ഷണ രീതി റസൂലുള്ളാഹി തങ്ങൾ കൈക്കൊണ്ടത്? ഭക്ഷണത്തിലേക്ക് ആർത്തി ഉണ്ടാകുമ്പോൾ, ആഗ്രഹത്തോടു കൂടെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം ആ ഭക്ഷണം ദഹിപ്പിക്കാൻ സജ്ജമാകും. നന്നായി ദഹനപ്രക്രിയ നടന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്നും കിട്ടേണ്ടുന്ന ആരോഗ്യം നമുക്ക് കിട്ടും. മറിച്ച് വെറുത്തുകൊണ്ട് കഴിച്ചാൽ, ഭക്ഷണത്തെ ഇഷ്ടപ്പെടാതെ കഴിച്ചാൽ ശരിയായ ദഹനപ്രക്രിയ നടക്കില്ല. അതോടൊപ്പം ആ ഭക്ഷണത്തിൽ നിന്നും കിട്ടേണ്ടുന്ന ഗുണങ്ങൾ ശരീരത്തിലേക്ക് കിട്ടില്ല. വെള്ളം കുടിക്കുമ്പോൾ പോലും വെള്ളത്തിലേക്ക് നോക്കൽ സുന്നത്തുണ്ട്. എന്താണ് കാരണം? വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ എത്ര വെള്ളം വേണമെന്ന് ബോഡി തീരുമാനിക്കും. ആ വെള്ളത്തെ ദഹിപ്പിക്കാൻ നമ്മുടെ ബോഡി സജ്ജമാകും. നമ്മിൽ പലരും ഭക്ഷണത്തെ കുറ്റം പറയുന്നൊരവസ്ഥ കാണാറുണ്ട്. നമ്മളത് ഒഴിവാക്കേണ്ടതാണ്. ഭക്ഷണത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിക്കുക. അപ്പോൾ നമ്മുടെ ശരീരം ആ ഭക്ഷണത്തിൽ നിന്നും വേണ്ടുന്ന എല്ലാ ഊർജവും അത് സംഭരിക്കും. പ്രത്യേകിച്ച് അസുഖമുള്ള ആളുകൾ, പ്രമേഹം, ഷുഗർ പോലത്തെ അസുഖങ്ങളുള്ള ആളുകൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലേക്ക് നോക്കി, അതിലേക്ക് ശ്രദ്ധിച്ച് ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ആസ്വദിച്ച് കഴിച്ചാൽ ധാരാളം ഗുണങ്ങളുണ്ട്. എന്താണോ നമ്മുടെ അസുഖം അത് പതിയെ പതിയെ നീങ്ങി തുടങ്ങും.